ഹായ്, ഗുഡ് ഈവനിങ്. ഞാൻ നല്ലൊരു 4 മണി പലഹാരം പരിചയപ്പെടുത്തട്ടെ. നമ്മൾ പണ്ടൊക്കെ ഈ മുട്ടച്ചുരുട്ടെന്നോ പിന്നെ ലവ് ലെറ്റർ അങ്ങനെയൊക്കെ പേരുള്ള ഒരു മൈദ ഉപയോഗിച്ചും ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കാം കേട്ടോ. സിമ്പിളായിട്ട് മൈദ വെച്ച് നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. നമ്മൾ സ്കൂൾ വിട്ട പിള്ളേരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റാവുന്നൊരു 4 മണി പലഹാരമാണ് കേട്ടോ. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദ അത്യാവശ്യത്തിന് ഒരു കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ല വെള്ളത്തിൽ നമുക്കിങ്ങനെ ദോശമാവ് പോലെ ആക്കി അതിലിങ്ങനെ കട്ട കണ്ടോ, അതൊക്കെ തന്നെ മൈദ നൈസ് പൊടിയായതുകൊണ്ടാണ് കട്ട വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി പൊടിച്ച് കൈ വെച്ച് നമ്മൾ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് പൊടിച്ചിട്ട് അല്ലെങ്കിൽ പരത്തുമ്പോൾ ഒന്ന് അമർത്തി കൊടുത്താലും മതി. അങ്ങനെ നമ്മൾ പരത്തി എടുത്തിട്ട് അതിൽ തേങ്ങ ചുരണ്ടി തേങ്ങയുടെ കൂടെ വേണമെങ്കിൽ പഞ്ചസാര ഇടാം. പഞ്ചസാര അല്ലെങ്കിൽ ഷുഗറിലൊക്കെ ആണെങ്കിൽ തേങ്ങ മാത്രം മതിയാവുമായിരിക്കും. അല്ലെങ്കിൽ തേങ്ങയുടെ കൂടെ പഞ്ചസാര ഇടാം. കുട്ടികൾക്കാവുമ്പോൾ തേങ്ങയുടെ കൂടെ ശർക്കര ഇടാം കേട്ടോ. ശർക്കര ഇടാം. അങ്ങനെ ശർക്കരയാകുമ്പോൾ നമുക്കിങ്ങനെ ഉരുകിയിട്ട് പുറത്തേക്ക് സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് അങ്ങനെ ചുരുട്ടാം. നമുക്ക് ഈ ദോശ ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. അപ്പോൾ ചുരുട്ടിയെടുക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ അതേസമയം നമ്മുടെ ശർക്കരയാണെന്ന് വെച്ചാൽ ഉരുകി ഒലിക്കാനായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ 4 മടക്കാക്കിയിട്ട് എടുക്കാം. അതിൻ്റെ ഇടയിലും വേണമെങ്കിൽ പിള്ളേർക്ക് മധുരമാണല്ലോ, അപ്പോൾ ഇടയ്ക്കിട്ട് കൊടുക്കാം. ഇത് ചുരുട്ടിയെടുക്കാം, മടക്കിയെടുക്കാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പുറത്തേക്ക് ചടാതിരിക്കാനായിട്ട്. അങ്ങനെ ഒരു നല്ലൊരു 4 മണി പലഹാരം നമുക്ക് റെഡിയാക്കാം. കുറച്ച് നേരെ നമുക്ക് വേണ്ടൂ ഇതിന് വേണ്ടിയിട്ട്. ഈ മൈദ അത്ര നല്ലതല്ല, അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അരിപ്പൊടി. പക്ഷേ അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ഇത്രയും ഭംഗിയിലും വൃത്തിയിലും സോഫ്റ്റായിട്ടും കിട്ടത്തില്ല. പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിട്ടത്തുള്ളൂ. ഇത്രയും രസം ഉണ്ടാവില്ല. മൈദ വല്ലപ്പോഴൊക്കെ ആവാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൈദയാണ് നല്ലതെന്ന് തോന്നുന്നു. മൈദ വെച്ചുണ്ടാക്കാം. ഇത് നമ്മുടെ ഉണ്ണി നമ്പൂതിരി എന്താ പറയുക, എല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഗണപതിക്ക് കൊടുക്കണം എന്നുള്ളൂ. ഞങ്ങളുടെ വീട്ടിലെ മാസ്റ്റർ ഗണപതിയാണ്. പുള്ളിക്ക് ഉണ്ടാക്കി തുടങ്ങുമ്പോഴേക്കും ആൾ പ്ലേറ്റായിട്ട് റെഡിയാണ്. അപ്പോൾ നമ്മൾ കൊടുത്തു. ഇന്നത്തെ 4 മണി പലഹാരം നല്ലതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, കമൻറ്റ് ചെയ്യണേ.